വിട്ടുപോകുന്നില്ല. അവൻ ഏത് ഗ്രൂപ്പിൽ നോക്കിയാൽ വിശുദ്ധനെന്ന് അഭിമാനിച്ച് ദൈവപക്ഷത്ത് നിൽക്കുന്നവരായാൽ, ദൈവത്തിന്റെ ശിഷ്യന്മാരും ദാസന്മാരും എന്ന അഭിമാനമുള്ളവരായാൽ, അവൻ കനത്ത ക്ലാവ് പിടിച്ച ചിലരുണ്ട്. കനത്ത തീയാലും അവരുടെ ക്ലാവ് വിട്ടുപോകുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഒരിക്കലും മാനസാന്തരമില്ല, ഒരിക്കലും ദൈവഭയമില്ല. തങ്ങളുടേതായ ദുശാഠ്യത്തില്, തങ്ങളുടേതായ കാഠിന്യത്തില്, തങ്ങളുടേതായ സ്വഭാവത്തിന്റെ ദൂഷ്യവും വൈകല്യവും കൊണ്ട് ജനത്തിന്റെ സത്യത്തിൽ നിന്ന് വിട്ടകന്ന് ജനത്തോട് ചേരുവാൻ കഴിവില്ലാതെ സത്യവചനത്തെ ധിഖരിച്ചുകൊണ്ട് കഠിനപ്പെട്ടും മനസ്സ് പുതുക്കാതെ മനം തിരിയാതെ ദുഷ്ടതയും ദ്രോഹവും പ്രവർത്തിച്ചു പോകുന്ന ജനതയോട് കർത്താവ് പറയുക, കനത്ത ക്ലാവാണ് നിങ്ങളുടെ ഉള്ളില്. 40, 20 അല്ലെങ്കിൽ 21 എത്രയും ഉപവസിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ കനത്ത ക്ലാവ് തീയാൽ വിട്ടുപോകുന്നില്ല. കനത്ത ക്ലാവ് എന്റേതാണ്. ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുന്നില്ല, വിശുദ്ധി പാലിക്കുന്നില്ല, കാഠിന്യപ്പെട്ട ഹൃദയം, പകയും കോപവും വൈരാഗ്യ ബുദ്ധിയും, ദൈവവചനത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായ വാദങ്ങളും, സത്യത്തെ ധിഖരിച്ചുള്ള പോക്കും, ദുശാഠ്യമുള്ള ഹൃദയവും, ദൈവത്തിനത് ദൈവകോപം വരുത്തുവാൻ കനത്ത ക്ലാവായി നിന്റെ ഹൃദയത്തെ ഒരുക്കുമ്പോൾ ദൈവം പറയുക, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനമായി നീ മാറുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, കഷ്ടത നിർമ്മിക്കുന്ന വ്യക്തിയാണോ നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് നോക്കുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുക, ഇപ്പോൾ പിടിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ, വചനത്തിന്റെ ആഗ്രഹത്തിലേക്ക് നീ കടക്കുവാൻ, കർത്താവേ എന്നിൽ ഒരിക്കലും മാറാത്ത ചില ദുശീലങ്ങളുണ്ട്, എനിക്ക് ഒരിക്കലും വിട്ടുമാറാത്ത ചില ദുശാഠ്യ സ്വഭാവമുണ്ട്. ഒരിക്കലും എനിക്ക് മനസ്സ് പുതുക്കാത്ത ചില അനുഭവങ്ങളുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത, വിധേയത്വമില്ലാത്ത, അനുസരണമില്ലാത്ത ചില അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. നീ എന്നെ അങ്ങ് മടക്കി വരുത്തണമേ. കർത്താവിന് അനുദമിക്കേണ്ട കാര്യമില്ല, എന്നാൽ വചനത്തിൽ ചില സ്ഥാനത്ത് കർത്താവ് അനുദമിച്ചു എന്ന് കാണുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന് പകലിൽ പറയട്ടെ, അനുദമിക്കുന്ന ജനത്തെ കണ്ടവൻ അനുദമിക്കുന്ന ദൈവം, വേദനപ്പെടുന്ന ജനത്തെ കണ്ടവൻ വേദനപ്പെടുന്ന ദൈവം, കണ്ണുനീരൊഴുക്കുന്ന ജനത്തെ കണ്ടവൻ കണ്ണുനീരൊഴുക്കുന്ന ദൈവം. എവിടെ നോക്കിയാലും എത്ര വേദനപ്പെട്ടും മനസ്സ് കലങ്ങിയും പലപ്പോഴും ഇടറിയും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന പല അനുഭവങ്ങളുടെ നടുവില് ഹൃദയ തകർച്ചയോടെ കടന്നു വരുന്ന ജനത്തിന്റെ ഉള്ളിലേക്ക് കർത്താവ് നോക്കിയിട്ട് വിടുതൽ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലാസർ മരിച്ചപ്പോൾ കല്ലറയുടെ മുൻപിൽ കരഞ്ഞ കർത്താവ്, മറിയ കരഞ്ഞപ്പോൾ ഒപ്പം കരഞ്ഞു എന്ന് വായിക്കുന്നു. നയീനിലെ വിധവ ഏകജാതനെ കുറിച്ച് വിലപിച്ച് കരഞ്ഞു വരുമ്പോൾ അവനും അവളുടെ മരണം മാറ്റുവാൻ മഞ്ചത്തെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആലോചന പറയുന്നുണ്ട്. ഏത് നടുവീർപ്പിന്റെ നടുവിലും ഇച്ഛിക്കാത്ത തിന്മ നിന്നെ കൊണ്ട് ശത്രു പറയുമ്പോൾ, ഇച്ഛിക്കാത്ത ദോഷം നിന്നെ കൊണ്ട് ശത്രു നിരൂപിച്ചാൽ, ഇച്ഛിക്കാത്ത ഏതിരുകൾ നിനക്കെതിരെ കണിയൊരുക്കിയാൽ, എത്ര ദൂഷണ ഉണ്ടാക്കുന്ന സിംഹാസനം നിനക്കെതിരായി വെച്ചാലും കർത്താവ് പറയുന്ന അവന്റെ നിയമത്തിന്റെ മുൻപില് അതിന് നീ വിധേയപ്പെട്ട വ്യക്തിയാണോ? അവനെ അനുസരിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണോ? അവനെ വിശ്വസിച്ച് അവന് വേണ്ടി നീ അല്പസമയം കാത്തിരുന്നിട്ടുണ്ടോ? തീർച്ചയായും നിന്റെ വേദനയ്ക്ക്, നിന്റെ തകർച്ചയ്ക്ക്, നിന്റേതായ കഷ്ടതയ്ക്ക്, നിന്റെ അലട്ടലിന് അവനൊരു മറുപടി ഒരുക്കുന്നുണ്ട്. മനുഷ്യർക്ക് തരുവാൻ സാധ്യമല്ല. കനത്ത ക്ലാവുള്ള മനുഷ്യർ, കനത്ത ക്ലാവ് വൈരാഗ്യ ബുദ്ധിയെ കാണിക്കുന്നു.
കനത്ത ക്ലാവ് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത വിധേയത്വമില്ലാത്ത വ്യക്തികളെ കാണുന്നു. ഒരിക്കലും ദൈവസന്നിധിയിൽ വിധേയപ്പെടാത്ത, അനുസരിക്കാത്ത, എത്രയോ പ്രാവശ്യം ദൈവവചനത്തിന്റെ സത്യം ഗ്രഹിച്ചിട്ടും അതിനോട് ചേർന്ന് നിൽപ്പാൻ കഴിവില്ലാത്ത ചില വ്യക്തികളെയാണ് ഈ കനത്ത ക്ലാവിന്റെ ഉടമയായി ദൈവം കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, കനത്ത ക്ലാവായി നമ്മൾ പോകരുത്. ദൈവത്തിന്റെ തീയാൽ, ദൈവത്തിന്റെ അഗ്നിയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ എന്റെ കേൾക്കുന്ന ദൈവജനമേ, അത് നിന്റെ ഉള്ളിൽ നിന്ന് ആ അശുദ്ധി മാറിപ്പോയാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് സാധ്യമാകും. ആരോടാണ് നീ ചേരാതിരിക്കുന്നത്? ആർക്കാണ് നീ വിധേയപ്പെടാതിരിക്കുന്നത്? ആരെയാണ് നീ അനുസരിക്കാതിരിക്കുന്നത്? ആർക്കാണ് നീ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത്? ആരോടാണ് നീ ക്ഷമിക്കാതിരിക്കുന്നത്? അവരോട് നീ മനഃപൂർവമായി ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ നിന്റെ വിഷയത്തിന് മറുപടിയാണ്. ആരോടാണ് നീ ചേരാതിരിക്കുന്നത്? അവരോട് നീ ഒന്ന് ചേർന്ന് നിൽക്ക്. ദൈവം നിനക്ക് വിടുതൽ തരും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ശിഷ്യന്മാരാകാൻ കർത്താവ് പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ, ഞങ്ങൾ ആർക്കും ദാസന്മാരല്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ എന്ത് പറയുന്നു? സ്തോത്രം. സത്യം അറിയുകയും ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. സത്യം പറയുവാൻ വന്നവനെ, നിയമ വ്യവസ്ഥ പാലിപ്പിക്കുവാൻ വന്നവനെ, വിശുദ്ധിയിലേക്ക് വഴി നടത്തുവാൻ വന്നവനെ അവർ കൊല്ലുവാൻ നോക്കിയത്. ഇന്ന് പകലിൽ ഒന്നേ അനുഭവത്തിൽ അനേകർ ഇന്നും ഉണ്ട്. സത്യവചനത്തിൽ നിലനിൽക്കുന്നവരെ, വിശുദ്ധിക്ക് വേണ്ടി മുറുകെ പിടിച്ചിരിക്കുന്നവരെ, വചനം പ്രമാണിച്ച് ജീവിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാനും കൊല്ലുവാനും, അവരെ ആട്ടിക്കളയുവാനും, അവരെ ഓടിച്ചു മാറ്റുവാനും, അവരെ തകർത്തടിച്ച് ദേശത്തുനിന്ന് പറത്തി കളയുവാനും പോരാടുന്ന ശത്രുവുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, ജയമെടുക്കട്ടെ. ഞങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ ക്രിസ്തുവേ, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറല്ല. കാരണം ഞങ്ങൾ ആർക്കും അടിമകളല്ല, ഞങ്ങൾ ആർക്കും ദാസന്മാരല്ല, ഞങ്ങൾ ആർക്കും വിധേയപ്പെട്ടു കൊടുക്കാൻ തയ്യാറുമല്ല. നിന്റെ പുത്രത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ പ്രമാണിച്ചാൽ, എന്റെ വചനം നിങ്ങളിൽ ഇരുന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അവര് പറയാം, ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് ആ വിശുദ്ധി വേണ്ട, ഞങ്ങൾക്ക് ആ വിടുതൽ വേണ്ടെന്ന്. നമുക്കറിയാം, എത്രയോ കഷ്ടങ്ങളും മഹാരോഗങ്ങളും മഹാബാധകളും കുടുംബങ്ങളിൽ കയറി അനേകരെ വീഴ്ത്തിയാലും ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്തില്ല, ജീവനുള്ള ദൈവത്തിലേക്ക് അടുക്കുവാൻ ഞങ്ങളില്ല, ഞങ്ങൾ ഞങ്ങളുടെ രോഗത്തിൽ തന്നെ കഴിഞ്ഞോളാം, അതിൽ തന്നെ ഞങ്ങൾ തീർന്നോളാം, അങ്ങനെ ഞങ്ങൾ ജീവിതം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വചനത്തെ പ്രമാണിക്കാതെ സത്യവചനത്തോട് അകലം വിട്ടു നിൽക്കുന്നിടത്തോളം കർത്താവ് പറയുക, നിങ്ങൾ കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനമാണ്. പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, ഏത് സിംഹാസനം ഭൂമിയിൽ വെച്ച് നീ തെരഞ്ഞെടുക്കും? ഇഹലോകത്തിൽ വ്യാപരിക്കുവാൻ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കുന്ന പാപത്തിന്റെ സിംഹാസനമാണോ? കഷ്ടതയും ദുരിതവും ദുഃഖവും വേദനയും നീറ്റലും സങ്കടവും ശൂന്യതയും ഗതികേടുകളും അനാഥത്വങ്ങളും കടഭാരങ്ങളും ഒറ്റപ്പെടലുകളും നിന്ദകളുമേറ്റ്
ജീവിതത്തിനോ മാരകമായ വ്യാധികളാൽ പിടിപെട്ട് കയ്യിലുള്ളത് മുഴുവനായി രോഗക്കിടക്കയിൽ ഒഴുക്കിക്കൊണ്ട് ശരീരത്തെ അയ്യം വിളിച്ച ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചതയുടെ സിംഹാസനത്തിനാണോ നിങ്ങൾ കൂട്ട്? അതോ ആമേ നിയമത്തിന് അനുകൂലമായി, ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് അനുകൂലമായി, ദൈവഹിതത്തിന് അനുകൂലമായി പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രരായി ക്രിസ്തുവിനെ മാർഗമാക്കി ക്രിസ്തുവിന്റെ ആമേൻ വഴിയെ നോക്കി കൂശിങ്കല രക്ഷ നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? ആ സിംഹാസനമാണോ നിനക്ക് വഴി? ഇന്ന് പകലിൽ ആമേ നീ വേദനിക്കുന്ന വേദനകള്, നിന്നെ അലട്ടുന്ന അങ്കലാപ്പുകള്, ആമേ നിന്നെ അധോഗതിപ്പെടുത്തുന്ന ആമേ നീരസങ്ങള്, ആമേ നിന്നെ തടവിലാക്കിക്കൊണ്ടിരിക്കുന്ന ശൂന്യതകള്, ആമേ നിന്നെ കഷ്ടപ്പെടുത്തുന്ന കടഭാരങ്ങള്, നിന്നെ കൂടെ കൂടെ ഞെരുക്കി അലട്ടുന്ന തൊഴിലില്ലായ്മ അനുഭവങ്ങള്, നീ എന്തിനെ കയറി പിടിച്ചാലും അവിടെയൊക്കെ പിടിവിള്ളികൾ കിട്ടാതെ ആഴത്തിൽ മുങ്ങുന്നത് പോലെ വീണ്ടും വീണ്ടും നിന്നെ കടത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ വലിയ ദുഃഖമായ ആമേ അനുഭവത്തിന്റെ വാളിച്ചകളിലേക്കാണോ നിനക്ക് പോകേണ്ടത്? യഥാർത്ഥമായി നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ആമേ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവഹിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് നീ കയറുന്നതാണോ ആമേ നല്ലത്? പകലിൽ കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് ആമേ ദൈവത്തോട് സഖ്യതയില്ല, അത് നിയമത്തിന് വിരുദ്ധമാണ്. ഇന്ന് പകലിൽ ഒരു നിയമം നമുക്കുണ്ട്. സ്വർഗീയ ദൈവം ആമേ നമുക്ക് തന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നിന്റെ കുടുംബത്തിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേ കർത്താവ് അതിന്മേലാണ് വൻ കാര്യം ചെയ്യുന്നത്. നീ പിടികൊടുക്ക, നിന്റെ വിഷയത്തിന് വിടുതല. നീ പിടികൊടുക്ക, നിന്റെ രോഗത്തിന് വിടുതല. ആമേ നീ കൃത്യമായി ദൈവ വചനം പ്രമാണിക്ക്. ആമേ ആമേ നിന്റെ കുടുംബത്തിന്റെ സാഹചര്യത്തിന് വിടുതല. ആമേ നീ കൃത്യമായി അവന്റെ വചനം ഓർത്ത് ഭയപ്പെട്. നിന്റെ തലമുറ നിന്നെ പിന്തുടർന്നു വരും. ആമേ ആമേ തെറ്റിക്കിടക്കുന്ന നിന്റെ തലമുറ മടങ്ങി വരണോ? നീ ക്രിസ്തുവിന് പിടികൊടുക്ക്, നിന്റെ പിതാവാം ദൈവത്തിന് നീ പിടികൊടുക്ക്. നിന്റെ മക്കൾ ആമേ നിനക്ക് പിടി തരും. സ്തോത്രം. ഇന്ന് പകലിൽ ആമേ ദൈവഹിതത്തിനൊത്തൊരു ചലനം, ആമേ നിയമത്തിന് വിരുദ്ധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് എന്നോട് സഖ്യതയുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നാം ആരാണ്? നാം ഏതു തരം വിശ്വാസികളാണ്? ഏതനുഭവത്തിൽ നമ്മുടെ ജീവിതം ഇന്ന് പോകുന്നു? നമ്മൾ ചിന്തിക്കും എങ്ങനെയെങ്കിലും കാര്യമൊന്നും നടന്നാൽ മതി. അങ്ങനെയൊന്നും കാര്യം നടക്കത്തില്ല. കാര്യം നടക്കണോ? നീ ക്രിസ്തുവിന് ചെവി കൊടുക്കുക, അവന്റെ വചനത്തിന് ചെവി കൊടുക്കുക. ആമേ അത് കേൾക്കാൻ കഴിയാത്തവരാണ് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുക. ആമേ ഇല്ല, ആത്മാവിന്റെ ഹത്യ നീ എത്ര ചെയ്താലും ദുരാത്മാവ് ഓടി നടക്കും. ആമേ ശരീരമേ പോകത്തുള്ളൂ, പക്ഷേ ആത്മാവ് ജീവിക്കുന്നതാ. അത് നീ ഭൂമിയിൽ വെച്ച് ചെയ്തതിന് ഒത്തവണ്ണം ജീവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പോകേണ്ടത് എവിടെയാണെന്ന് നീ ഭൂമിയിൽ വെച്ച് ചിന്തിക്ക്. ആമേ നിന്റെ ആത്മാവിന്റെ ഉത്തരവാദി കർത്താവാണ്. ആമേ ആത്മാക്കളെ സൃഷ്ടിച്ചത് അവനാണ്. അവൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ ഇരുത്താമെന്ന് പറഞ്ഞത് അവനാണ്. ആ വാക്കിന് നീ ചെവി കൊടുക്കുക, അവിടെ നിനക്ക് വിടുതലുണ്ട്. ആമേ ഉറച്ചു വിശ്വസിക്കുക. നിന്നെ അവൻ മറിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ആമേ ആമേൻ ആമേൻ ഒരുങ്ങുന്ന ദൈവമല്ല, മാത്രമോ മനസ്സലിവോടെ നിന്നെ കൈ വെള്ളയിൽ താങ്ങുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരുന്നത് അവന്റെ ദയയിൽ. ആമേൻ ദൈവത്തിന്റെ ദയ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ആ ദയക്ക് വേണ്ടി നമുക്ക് വീണ്ടും ഒരുങ്ങാം. ഈ വചനത്താൽ ദൈവമായി കർത്താവ്